ഓക്കെ. അഗെയിൻ ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഇനിയും വീഡിയോ ഓൺ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. വേഗം വീഡിയോ ഓൺ ചെയ്യാം. അപ്പൊ അധികം സമയം കളയണ്ട. നമുക്ക് ആദ്യം ഈ ഒരു ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഒരു 6:30 to 7 o'clock വരെ നമുക്ക് എന്തായാലും ഇതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ ഫൈൻ, റെഡി അല്ലേ? അപ്പോ ഉഷാറല്ലേ? ഉഷാറാണെങ്കിൽ ഡബിൾ ടാറ്റ കാണിച്ച് ഇവിടെ ചായ കുടിച്ച് റെഡി ആയിട്ടായിരിക്കും. ഓക്കെ സൂപ്പർ. അപ്പോൾ പഠിക്കാനായിട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് കാര്യങ്ങൾ വേണം. ഞാൻ എന്തായാലും സ്ലൈഡ്സിൽ കാണിച്ചു തരാം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ പഠിക്കേണ്ടത് ഇതാടാ, ഞാൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇതിൽ ബോൾഡ് ചെയ്തേക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഫുള്ള് നമുക്ക് പഠിച്ചു തീർത്തില്ലെങ്കിലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡിഫ്യൂഷൻ പഠിക്കാം. ഡിഫ്യൂഷന്റെ ഡെഫിനിഷനും ആൻഡ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ കൂടുതൽ ആർക്കാണ് കുറവ് ആർക്കാണ് എന്നുള്ള കാര്യം. ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ വരാം, ലിക്വിഡ്സിൽ കുറവായിരിക്കും, കമ്പയറിൽ സോളിഡ്സിന് വെരി ലെസ് ആയിരിക്കും എന്നുള്ള കാര്യം. ഡിഫ്യൂഷന്റെ ഡെഫിനേഷൻ ആദ്യം പഠിക്കാം ആൻഡ് ഡിഫ്യൂഷന്റെ കാര്യങ്ങൾ നോക്കാം. അത് കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ, ബോയിലിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ആയിരിക്കും വരാം. അത് രണ്ടും പഠിക്കാം. ഇത്രയും കഴിഞ്ഞിട്ട് സബ്ലിമേഷൻ പഠിക്കാം. സബ്ലിമേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവാപ്പറേഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇവാപ്പറേഷൻ ആൻഡ് കൂളിംഗ് എഫക്റ്റ് ഇവാപ്പറേഷൻ്റെ. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചു തീർക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓവർ യു നന്നായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡിഫ്യൂഷൻ പഠിക്കുക. അധികം ടൈം വേണ്ട, ഒരു 2 to 3 minutes ആയിരിക്കും. ഞാൻ ഇവിടെ ഉണ്ടാവും, എൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനിവിടെ ചോദിക്കുകയും കാര്യങ്ങളും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇൻസ്ട്രക്ഷൻസും തരാം. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. വേഗം മെറ്റീരിയൽ വെച്ച് തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആ ഡിഫ്യൂഷൻ വേഗം പഠിക്കാം. കേട്ടോ. സാർ ഒന്ന് വീഡിയോ ഓഫ്. ഓക്കെ, ഡിഫ്യൂഷൻ വേഗം പഠിച്ചു തുടങ്ങാം കേട്ടോ. ഒരു 2 minutes. അത് പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ റേസ് ഹാൻഡ് ചെയ്യുക. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു എടാ. ചിലപ്പോൾ ഓർഡറിൽ പഠിച്ചു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പോയിന്റ് ആയിട്ട് ഇട്ടത്. അപ്പോൾ അടുത്തടുത്ത പോയിന്റ്സ് പഠിച്ചു പോവാം കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് കേട്ടോ. ഓക്കെ, പഠിച്ചു കഴിയുന്നതനുസരിച്ച് റേസ് ഹാൻഡ് ചെയ്താൽ മതി. ഒരു 2 minutes ഡിഫ്യൂഷൻ വേഗം പഠിച്ചു തീർക്കാം. വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. വേഗം വരൂ. വേഗം വീഡിയോ ഓൺ ചെയ്തേ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. വേഗം. എഡ്രിൻ എവിടെ വരെ എത്തിയടാ അതിന്റെ പഠിച്ച്? എവിടം വരെ എത്തി? ഫ്രീസിംഗ് പോയിന്റ് വരെ എത്തി. ഓക്കെ, സെക്കൻഡ് ഇതിന്റെ സെക്ഷൻ അല്ലേ നീ പറഞ്ഞ? ഇതല്ലേ? ബാക്കിയുള്ളത് നോക്കിയാ ഇറ്റ്സ് ഓക്കെ. അതിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെ പോവാ കൃത്യമായിട്ട്. എടാ ഓക്കെ എടാ, ഞാൻ ചോദിച്ചാ എവിടം വരെ എത്തി എന്നുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം ഇതിലുള്ള. സോ ഓൾറെഡി നമ്മൾ ഒരു സെറ്റ് ഓഫ് കുറെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് ഇതിലെ. അപ്പൊ ഇന്നിപ്പോ ഞാൻ കുറച്ചധികം പ്രോബ്ലംസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇല്ലാത്ത പ്രോബ്ലംസാണ് ചെയ്യുന്നത്. സോ ഞാൻ ഇത് സ്ലൈഡ് എന്തായാലും നിങ്ങൾക്ക് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. അപ്പൊ സൊല്യൂഷൻ മാത്രം ഇപ്പൊ എഴുതിയെടുത്താൽ മതി. ഇറ്റ്സ് ഓക്കെ കേട്ടോ. ഞാനിപ്പോൾ ആൻസർ ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്താൽ മതി. അത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാനിപ്പോൾ പറയാം, അത് എത്തുമ്പോൾ മാത്രം മെറ്റീരിയലിലുള്ളത് നോക്കാം കേട്ടോ. ഇപ്പോൾ റിവിഷന്റെ കുറച്ച് ക്വസ്റ്റ്യനുകൾ ചെയ്യാം. ഞാൻ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് എടുത്തതാണ്. ഇതേടാ നോക്കാം നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസ്, റിവിഷൻ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇതേടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. Which of these two statements is correct? True. Statement A, the temperature of the liquid becomes constant once it starts boiling. Statement B, pressure of the air at sea level is 70 centimeters. ഇതിൽ both of them are true, or statement A is true, statement B is true, both A and B are true, or statement B or statement A. ഇതിൽ ഏതാ ട്രൂ എന്നാ ചോദിച്ചത്. നോക്കിയടാ, സ്റ്റേറ്റ്മെന്റ് A,
ടെമ്പറേച്ചർ ഓഫ് ദ ലിക്വിഡ് ബിക്കംസ് കോൺസ്റ്റന്റ് once it start boiling. ബോയിൽ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവും. കറക്റ്റ് ആണോ? അത് ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണോ ഫോൾസ് ആണോ? സാറേ വിളിച്ചോ. അൽഫിയ പറഞ്ഞോടാ, ട്രൂ ആണോ ഫോൾസ് ആണോ? അത് കുറെ പേര് പറഞ്ഞോ. ട്രൂ അത്. ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇൻക്രീസ് ചെയ്യും, ബട്ട് ബോയിലിംഗ് ടൈമിലും മെൽറ്റിംഗ് ടൈമിലും ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. ബിക്കോസ് അവിടെ എടുക്കുന്ന എനർജി എല്ലാം, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി എല്ലാം തന്നെ, ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എല്ലാം ആ സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുക. സോളിഡ് ടു ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ടു ഗ്യാസ് ആവാനാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരൂല. ഓക്കെ, സോ ഡ്യൂറിങ് ബോയിലിംഗ് ആൻഡ് ഡ്യൂറിങ് മെൽറ്റിംഗ് ദ ടെമ്പറേച്ചർ വിൽ റിമൈൻ കോൺസ്റ്റന്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എ ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് ബി ഇത് ചോദിക്കുമ്പോൾ ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കുക. ഇറ്റ് ഈസ് ആക്ച്വലി റോങ്. ഓക്കെ, ഫോൾസ് ആണ് കേട്ടോ. അപ്പോൾ ആകെ ട്രൂ ആയിട്ടുള്ള ആരാ? സ്റ്റേറ്റ്മെന്റ് എ മാത്രമാണ്. ഓപ്ഷൻ ഡി ആയിരിക്കും അപ്പൊ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ഓപ്ഷൻ ഡി. ടെൻഷനിൽ മാറി പോകരുത് കേട്ടോ. ആ ഓപ്ഷൻ എ ആണ് ട്രൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ട്രൂ എന്ന് പറഞ്ഞു എടുക്കരുത്. ഓപ്ഷൻ ഏതാന്ന് നോക്കുക. സ്റ്റേറ്റ്മെന്റ് എ വരുന്നത് ഇതാണ്. അപ്പൊ ഇവൻ തന്നെയാണ് ട്രൂ ആയിട്ട് വരാം. പറഞ്ഞ കാര്യം ഓക്കെ ആണോ എല്ലാവർക്കും? സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? അത് കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് അല്ലേ? അടുത്ത് നോക്കാം. The temperature time graph is given alongside the heating curve for pure wax. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ഒക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും കൂടി ആഡ് അപ്പ് ചെയ്തത്. മിക്കവാറും എക്സാമിന് നിങ്ങൾ എന്തായാലും നോക്കിക്കോ. ആപ്ലിക്കേഷൻ ലെവലിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരാം. ഒരു ടെമ്പറേച്ചർ ടൈം ഗ്രാഫ് തന്നേക്കാണ് അലോങ് സൈഡ് ദ ഹീറ്റിംഗ് കർവ് ഓഫ് ഫോർ പ്യൂർ. അതായത് വാക്സിനെ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ടെമ്പറേച്ചർ കർവാ തന്നേക്കുന്നത്. ഇതേടാ ഇങ്ങനെ നോക്കിയതില് ടെമ്പറേച്ചർ ഉണ്ട്, ഇവിടെ എന്താ ടൈം ഉണ്ട് അല്ലെ. ഇപ്പോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടൈമിനനുസരിച്ച് പോകുന്ന ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂടി ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ അത് കോൺസ്റ്റന്റ് ആയി 15 ഡിഗ്രിയിൽ എഗെയിൻ പിന്നെയും കൂടി പോയിട്ട് അവിടെ ഡി എന്ന് പറഞ്ഞ അടുത്തൊരു പോയിന്റ് 110 ഡിഗ്രി എത്തിയപ്പോഴത്തേക്ക് എഗെയിൻ കോൺസ്റ്റന്റ് ആയി അല്ലെ. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? വാട്ട് ഈസ് എ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദി സബ്സ്റ്റൻസ്? ഇതിലെ മെൽറ്റിംഗ് പോയിന്റ് എത്രയായിരിക്കും? അപ്പൊ ഇങ്ങനെ ഫ്ലാറ്റ് പോലെ വന്നേക്കില്ലേ, നേരെ വന്നേക്കുന്നത്. അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവാൻ കാരണം എന്താ? ആദ്യം മെൽറ്റിംഗ് അല്ലേ. ദേടാ ആദ്യം ഉണ്ടായേക്കുന്ന ഇവിടെ ഇല്ലടാ, അത് മെൽറ്റിംഗ് നടക്കുന്നതുകൊണ്ടാണ് അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയത്. ഇതെന്തായിരിക്കും? അപ്പോൾ അവിടെ എന്തായിരിക്കും നടന്നിരിക്കുക? എന്ത് ഹീറ്റ് ചെയ്യുമ്പോൾ നടന്നിരിക്കുക? ഞാൻ വാക്സിനെ ഹീറ്റ് ചെയ്തപ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവാനുള്ള കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോളിഡ് ആയിട്ടുള്ള സാധനം മെൽറ്റ് ചെയ്തപ്പോൾ ലിക്വിഡ് ആയിട്ടോ, ഇവിടെ എത്തിയപ്പോൾ അത് ലിക്വിഡ് ആയേ. കാരണം ഹീറ്റ് ചെയ്ത് ഞാൻ ആദ്യം ഹീറ്റ് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ കൂടി വന്നു, ഒരു പോയിന്റ് എത്തിയപ്പോൾ അത് കോൺസ്റ്റന്റ് ആയി. അപ്പം അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, മെൽറ്റിംഗ് നടന്നു. ഓക്കെ, ഇനി മുകളിലോട്ട് പോകുമ്പോൾ അത് ലിക്വിഡ് ആയി, ഇപ്പോൾ കംപ്ലീറ്റ്ലി മെൽറ്റ് ആയി. ഇനി പിന്നെയും ടെമ്പറേച്ചർ കൂടി ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെയും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി. അപ്പോൾ അവിടെ എന്തായിരിക്കും അവിടെ നടന്നിരിക്കുക? എന്തായിരിക്കും? ലിറ്റിലെ പറയാവോടാ, പറഞ്ഞോ എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ? ബോയിലിംഗ് നടക്കുന്നുണ്ടോ? വെരി ഗുഡ്. ഓക്കെ, ബോയിലിംഗ് ആയിരിക്കും വരാം. ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ. അപ്പൊ ഗ്രാഫ് ഒന്ന് നോക്കണം കേട്ടോ. ഇങ്ങനെ വരുന്നത് ഇങ്ങനെയായിരിക്കും എല്ലാ സബ്സ്റ്റൻസുകളുടെയും വരാം. ഈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ആ ടെമ്പറേച്ചർ ആയിരിക്കുമല്ലോ. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് എത്രയാ? 15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും മെൽറ്റിംഗ് പോയിന്റ് വരാം കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ബോയിലിംഗ് പോയിന്റ് എത്രയായിരിക്കും ഇവിടെ? വാട്ട് വിൽ ബി ദ ബോയിലിംഗ് പോയിന്റ്? എത്രയാ ബോയിലിംഗ് പോയിന്റ്? സാറെ വിളിച്ചോ. അനശ്വര എത്രയാ ബോയിലിംഗ് പോയിന്റ്? അനശ്വരേ അൺമ്യൂട്ട് ചെയ്യില്ലേ ഇവള്? ഇവിടത്തെ ഈ ഗ്രാഫിൽ ബോയിലിംഗ് പോയിന്റ് വരുന്നത് എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? എല്ലാവർക്കും സെറ്റ് ആണോടാ? ഗ്രാഫ് ഓക്കെ ആണോ? മനസ്സിലായോ? ഇപ്പൊ ഗ്രാഫ് ഒക്കെ കാണുമ്പോൾ അയ്യോ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. കൃത്യമായിട്ട് അതൊന്ന് നോക്കുക, അനലൈസ് ചെയ്തിട്ട് ചെയ്യുക. കാരണം ആപ്ലിക്കേഷൻ ലെവലിൽ കുറേ ക്വസ്റ്റ്യനുകൾ നമ്മൾ ആദ്യം ചെയ്ത് നോക്കിയിട്ടുള്ളതൊക്കെയാണ്. നിങ്ങളുടെ മെറ്റീരിയലും കുറയും. ഇത് എക്സ്ട്രാ ആയിട്ട് ഞാൻ ഇട്ടതാണ്, എന്തായാലും നോക്കണം കേട്ടോ. ഇപ്പൊ ഗ്രാഫിൽ ഇങ്ങനെ ആയിരിക്കും എപ്പോഴും ടെമ്പറേച്ചർ ടൈം ഗ്രാഫുകൾ വരാം. ഈ ഒരു ഷേപ്പ് ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് സോളിഡ് നിന്ന് ആദ്യം ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് മെൽറ്റിംഗ് നടക്കുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് വരുന്നത് ബോയിലിംഗിന്റെ ആയിരിക്കും. അപ്പൊ അവിടെ ആ ഒരു ടെമ്പറേച്ചർ ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആയിട്ട് വരുന്നത്. പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? സെറ്റ് ആണല്ലോടാ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡൗട്ട് ആണോടാ? ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അമ്രോ പറ. അമ്രോ അല്ലേ?
അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല, അത് ഞാൻ പറഞ്ഞെന്നാ. നമുക്ക് ഗ്രാഫിൽ ഇത്രയും കാര്യം തരുള്ളൂ. ഇതിങ്ങനെയാണ് ആ ക്വസ്റ്റ്യനിൽ ഗ്രാഫ് വന്നേക്കുന്നതാ. ഇത് ഇത്രയും തരുള്ളൂ. അതിൽ നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത് അതിൽ ബെൽറ്റിംഗ് ആണോ ബോയിലിംഗ് ആണോ എന്നൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച എങ്ങനെയാ, ടെമ്പറേച്ചർ ഇവിടെ 0 ആയിരുന്നു. ടൈം പോണ അനുസരിച്ച് ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വന്നു. അപ്പൊ ഇൻക്രീസ് ചെയ്ത് വന്നു. ഓക്കെ, ആൻഡ് അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, അവിടെ കൂടി അല്ലേ, കൂടി ഒരു പോയിന്റ് എത്തിയപ്പോൾ അത് സ്റ്റേബിളായി, മാറ്റമൊന്നുമില്ല. അപ്പൊ മീനിങ് എന്താ, അത് മെൽറ്റിംഗ് നടക്കുന്നുണ്ടാവും, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. കംപ്ലീറ്റ് മെൽറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ B1 എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പിന്നെയും കൂടി വന്നു, ബിക്കോസ് കംപ്ലീറ്റ്ലി ലിക്വിഡായി. ഇപ്പൊ ലിക്വിഡ് ഫുള്ള് അതിന്റെ ടെമ്പറേച്ചർ കൂടുന്നതാണ്. ഒരു പോയിന്റ് എത്തി, അടുത്ത 110 ഡിഗ്രി സെൽഷ്യസ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും D1 എന്ന പോയിന്റ് എത്തി. അവിടെ നിന്ന് പിന്നെ D2 വരെ കോൺസ്റ്റന്റ് ആണ്, ബിക്കോസ് ബോയിലിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ ആയടാ? ഓക്കെ അല്ലേ? അപ്പൊ ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന അനുസരിച്ചാണ് നമ്മൾ നോക്കുക കേട്ടോ. അപ്പൊ അതനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാനപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അതിൽ ഐഡിയ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ, എന്നാലും ചെയ്യാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ, നോക്കിക്കോട്ടോ. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടീസ് എഴുതാലോ. എന്തൊക്കെ പറയാം സാറേ, വിളിച്ചോ. 2 പ്രോപ്പർട്ടി പറയാവോ സോളിഡ് സ്റ്റേറ്റിന്റെ? ഏതാണ് സോളിഡ് സ്റ്റേറ്റിന് 2 പ്രോപ്പർട്ടീസ് പറയാം, പറഞ്ഞേടാ. എന്തൊക്കെ പറയാം പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് സ്റ്റേറ്റില്? ഏതാണ് പറയടാ. സോളിഡ് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെ പറയാം? ഷേപ്പ് എന്തായിരിക്കും? ഡെഫിനിറ്റ് ആണോ അല്ലെങ്കിൽ ഷേപ്പ് വേറെ എന്തെങ്കിലും ആയിരിക്കോ? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കോ? ഇല്ലെന്നാ, ഏതെങ്കിലും ഒരെണ്ണം പറ. ഡെഫിനിറ്റ് ആണോ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ്? ഡെഫിനിറ്റ് ഷേപ്പ് ആയിരിക്കും അല്ലെ? ഓക്കെ, ഇറ്റ് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് പിന്നെന്ത് പറയാം, ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും ആ അല്ലേ? എക്സാമിന് ഞാൻ ഇങ്ങനെ ഒന്ന് പറയേണ്ടി വരുമോ? ആൻഡ് ഓൾസോ ദേ ആർ റിച്ച്, അതും പറയാം കേട്ടോ. ദേ ആർ റിച്ച് ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് എ ടെൻഡൻസി ടു ഹോൾഡ് ദി ഷേപ്പ്. ആ ഷേപ്പ് എന്താണോ ഉള്ളത് ആ ഷേപ്പ് തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിജിഡ് ആണ് എന്ന് പറയാം. അപ്പൊ അതും എഴുതാം. ഓക്കെ അല്ലേ? ബട്ട് ഏറ്റവും ആദ്യം എഴുതുന്നത് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം എന്നുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ. ഇനി ഈ പ്രോസസ്സിന് എന്താണ് വിളിക്കുക, ഹൗ ഡസ് സോളിഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഡയറക്ട്ലി ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. എങ്ങനെയാ സോളിഡിനെ ഡയറക്ട്ലി ഗേഷ്യസ് സ്റ്റേറ്റ് ആക്കുക? ഏത് പ്രോസസ്സാ അത്? ഏത് പ്രോസസ്സാ സാറെ, വിളിച്ചോ. ആദ്യ പറയടാ, അവൾ എല്ലാത്തിനും ആൻസർ പറയുന്നുണ്ട്. കറക്റ്റ് ആയിരുന്നു, പറഞ്ഞു. സബ്ലിമേഷൻ. വെരി ഗുഡ് കേട്ടോ. സബ്ലിമേഷൻ പ്രോസസ് ആണ്, ബൈ സബ്ലിമേഷൻ ആണ് നടക്കുക. ഓക്കെ, വാട്ട് ഈസ് വേപ്പറൈസേഷൻ? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് എ ലിക്വിഡ് ഡയറക്ട്ലി ടു ഗ്യാസ്. ലിക്വിഡ് ടു ഗ്യാസ് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺവേർഷൻ ഓഫ് ലിക്വിഡ് ടു ഗ്യാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വേപ്പറൈസേഷൻ എന്ന് വിളിക്കുക കേട്ടോ. ലിക്വിഡ് ടു ഗ്യാസിനെയാണ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. കറക്റ്റ് ആയിട്ട് നോക്കിക്കോളാം. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് ആണല്ലോ, ക്ലിയർ അല്ലേടാ? കൃത്യമായിട്ട് നോക്കാം. ഇനി അടുത്ത നോക്കിക്കോളാം. ഇതും ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ പറയാമോ വേഗം? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം കേട്ടോ. Cooling is caused during boiling. The normal room temperature is 298 Kelvin. Evaporation is a surface phenomenon, but boiling is not. Low boiling liquids evaporate faster than high boiling liquids. ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓ വിളിച്ചോ. അതിഥി പറയടാ. ഫസ്റ്റ് വൺ. വെരി ഗുഡ്, കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ? അതല്ലേ നീ ഉദ്ദേശിച്ചത്? ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, കറക്റ്റാ. കൂളിംഗ് ഈസ് കോസ്ഡ് ഡ്യൂറിംഗ് ബോയിലിംഗ്. ശരിയാണോ അത്? നോ അല്ലേ, ഇൻകറക്റ്റാ. ബിക്കോസ് കൂളിംഗ് ഈസ് കോസ്ഡ് ഓൺലി ഡ്യൂറിംഗ് വാട്ട്, ഇവാപറേഷൻ ഓൺലി അല്ലെ? ഇവാപറേഷന്റെ സമയത്ത് മാത്രമേ കൂളിംഗ് നടക്കുള്ളൂ. അല്ലാതെ വെറുതെ തോന്നിയ മാതിരി ബോയിലൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ കൂൾ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അത് റോങ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ്. ബാക്കിയുള്ളതും കൂടി നോക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചർ ഈസ് 298 കെൽവിൻ. ശരിയാണ്. അതായത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉദ്ദേശിക്കുന്നത്. റൂം ടെമ്പറേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നോർമൽ റൂം ടെമ്പറേച്ചർ ഈസ് 20 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ് ആണ് കേട്ടോ. ഇവാപറേഷൻ സർഫസ് ഫിനോമിനൻ ആണ്, അതും കറക്റ്റ് ആണ്. സർഫസ് ഫിനോമിനൻ മീൻസ് സർഫസിലുള്ള മോളിക്യൂൾസ് മാത്രമേ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് മാത്രമേ വേപ്പർ ആകുള്ളൂ ഇവാപറേഷന്റെ സമയത്ത്. അല്ലാതെ ഓവറോൾ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് പോകുന്നില്ല. വേറെ ബോയിലിംഗിൽ അങ്ങനെയല്ല.
ബോയിലിംഗിൽ കംപ്ലീറ്റ്ലി എല്ലാം ഹീറ്റ് ചെയ്ത് എല്ലാ പാർട്ടിക്കിൾസും ഒരേ ടൈമിൽ തന്നെ ഹീറ്റ് ആയിട്ട് അതിൽ നിന്ന് വേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോയിലിംഗ് എന്നുള്ള ഒരു ബൾക്ക് ഫിനോമിനൻ ആണ് എന്ന് പറയും, അതായത് കംപ്ലീറ്റ് ആയിട്ടും പോകുന്നുണ്ട്. വേറെ ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഫിനോമിനൻ ആണെന്ന് നമുക്ക് പറയാം. ഇനി ലോ ബോയിലിംഗ് ലിക്വിഡ്സ് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും, ബിക്കോസ് അവരെ ബോയിലിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് ഈസി ആയിട്ട് അവർക്ക് ഇവാപ്പറേഷൻ നടത്താൻ പറ്റും കമ്പയർ ടു ദാറ്റ് ഓഫ് ഹൈ ബോയിലിംഗ് ലിക്വിഡ്സ്. അതായത് ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരും. ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള ആൾക്കാർ ഈസി ആയിട്ട് ഇവാപ്പറേഷൻ നടത്തും. സോ ഓപ്ഷൻ എ സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ ഓപ്ഷൻ എ ചൂസ് ചെയ്യാൻ പാടില്ല, ഓപ്ഷൻ സി ആയിരിക്കും കേട്ടോ, കാരണം അതാണ് എ ഒക്കെ തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ തിരിച്ചു തന്നേക്കുന്നത്. ഓപ്ഷൻ എ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കരുത്, കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഓപ്ഷൻ സി ആണ് എഴുതേണ്ടത്. പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? സെറ്റ് ആണോടാ? മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ. ഇതേടാ അടുത്തൊരു ക്വസ്റ്റിനും കൂടി ചെയ്യാം. എഗെയിൻ ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൺ വേർഡുകളിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽറ്റി വരാ ഈ പറഞ്ഞ ക്വസ്റ്റ്യനുകളിലൊക്കെ ആയിരിക്കും. കാരണം എന്താണെന്നറിയാടാ, നിങ്ങൾ നോക്കിക്കോ, ഏത് എക്സാമിന് പോയാലും 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഇവിടെയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആലോചിച്ച് ആൻസർ എഴുതേണ്ട ക്വസ്റ്റ്യനുകൾ വരാം. നിങ്ങൾ എപ്പോഴൊക്കെ ഏത് ബോർഡ് എക്സാമിന് നോക്കിയാലും സെയിം തന്നെയായിരിക്കും. 3 മാർക്സും 4 മാർക്സിന്റെ അല്ലെങ്കിൽ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഈസിയർ ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയാറ് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ അവിടെ വെക്കുക, ആദ്യം 3-4 മാർക്കിന്റെ ആദ്യം ചെയ്യാം, ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇതിലോട്ട് വന്നാൽ മതി. കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ കുറേ സമയം പോകും. മനസ്സിലായോ? അപ്പം എന്തായാലും കൃത്യമായിട്ട് അതുപോലെ ചെയ്യണം. ഇപ്പൊ പക്ഷെ നിങ്ങളുടെ ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷൻ എ ബയോളജിയും സെക്ഷൻ ബി കെമിസ്ട്രിയും സെക്ഷൻ സി ഫിസിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എഴുതുന്ന സമയത്ത് സെക്ഷൻ തിരിച്ച് എഴുതേണ്ടി വരികയാണെങ്കിൽ 3 ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക. ഒരെണ്ണത്തിൽ സെക്ഷൻ എ എഴുതുക, ബയോളജി എഴുതുക, അതിൽ ആദ്യത്തെ കംപ്ലീറ്റ് ചെയ്യുക. സെക്ഷൻ ബി കെമിസ്ട്രി എഴുതുക, സെക്ഷൻ സി ഫിസിക്സ്, അത് ഡിഫറെൻറ്റ് പേപ്പറിൽ എഴുതുക. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതി തീർക്കാനും പറ്റും. ആദ്യം ആ 3 മാർക്സും 4 മാർക്സിനെയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, ഫൈനലി മാത്രം 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ സമയം കളയുക കേട്ടോ. അല്ലാതെ ബയോളജി ആദ്യം എഴുതി തീർത്തിട്ടേ ഞാൻ കെമിസ്ട്രി എടുക്കുള്ളൂ എന്നുള്ള ഒരു വാശിയൊന്നും പിടിക്കരുത് കേട്ടോ. എക്സാമിനൊക്കെ അങ്ങനെ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ തീരൂല. മനസ്സിലായോ പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? അപ്പോൾ സെപ്പറേറ്റ് ഷീറ്റ്സ് ആദ്യം തന്നെ മേടിച്ചിട്ട് സെക്ഷൻ എയിൽ ബയോളജി എഴുതുക, സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, സെക്ഷൻ സി അടുത്തൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ചെയ്യുക. അങ്ങനെ ഡിഫറെൻറ്റ് പേജസ് ഷീറ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, 1 മാർക്കിൻ്റെ 2 മാർക്കിനെ അറ്റൻഡ് ചെയ്യുക. ഇനി അങ്ങനെ എല്ലാം ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ബയോളജി ആദ്യം കംപ്ലീറ്റ് ചെയ്ത് കെമിസ്ട്രിയിലോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, പറഞ്ഞ കാര്യം ക്ലിയർ ആണ് എല്ലാവർക്കും? ഫൈനൽ എക്സാമിന് അങ്ങനെ ചെയ്യണേടാ, ഇല്ലെങ്കിൽ സമയം നിങ്ങളുടെ വെറുതെ പോവും, കുറേ പോവും. ഓക്കെ, ലെസൺ കൂളിംഗ് കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാലോ. ദ ഇൻഫറൻസസ് ഡ്രോൺ ഫ്രോം ദി ടെമ്പറേച്ചർ വേഴ്സസ് ടൈം ഗ്രാഫ് ആർ. ടെമ്പറേച്ചർ വേഴ്സസ് ടൈം ഗ്രാഫ് ആണ് തന്നേക്കുന്നത്. നമുക്ക് ആ ഗ്രാഫ് ഒന്ന് വലുതാക്കാം. ഓക്കെ, നോക്കിക്കോടാ. ടെമ്പറേച്ചർ, ടൈം, കൺവേർഷൻ ഓഫ് ഐസ് ഇൻ ടു വാട്ടർ, ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ, കൺവേർഷൻ ഓഫ് വാട്ടർ ഇൻ ടു സ്റ്റീം. ഓക്കെ, സൂപ്പർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഡ്യൂറിങ് മെൽറ്റിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ഡസ് നോട്ട് ചേഞ്ച്. ശരിയല്ലേ? കറക്റ്റ് ആണല്ലോ? യെസ്. ടെമ്പറേച്ചർ റൈസസ് ആഫ്റ്റർ ഓൾ എമൗണ്ട് ഓഫ് ഐസ് മെൽറ്റ്സ്. ഐസ് എല്ലാം മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടും എന്നാ പറഞ്ഞത്, ഇൻക്രീസ് ചെയ്യുന്നു. ശരിയാണ്, അതും കറക്റ്റാണ്. അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ് ആൻഡ് ദ ടെമ്പറേച്ചർ റിമെയിൻസ് ഡ്യൂറിങ് ദ കൺവേർഷൻ ഓഫ് വാട്ടർ ടു സ്റ്റീം. വാട്ടറിൽ നിന്ന് സ്റ്റീം ആകുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ശരിയാണ്. അപ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഗ്രാഫ്. ഈ ഗ്രാഫിൽ പറഞ്ഞേക്കുന്ന അനുസരിച്ച് ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? നമ്മൾ നോക്കിയപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ്. ഓപ്ഷൻ എ ആയിരിക്കും വരിക. എ ബി ആൻഡ് സി ആർ കറക്റ്റ് എന്ന് പറയേണ്ടി വരും. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? സെറ്റ് അല്ലേടാ? ആ ഗ്രാഫിൽ നിന്നുള്ള ഇൻഫറൻസസ് ആണ്. ആ ഗ്രാഫ് ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് അല്ലാതെ തന്നെ കറക്റ്റ് ആണെന്ന് പറയേണ്ടിയും വരും. ഓക്കെ, അപ്പോൾ അതനുസരിച്ചും ചെയ്യാം. ഇപ്പൊ ഗ്രാഫ് വെറുതെ തന്നിട്ട് വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിക്കാവോ? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോടാ? ഓക്കെ, സൂപ്പർ. അപ്പോൾ കറക്റ്റ് ആയിട്ട് നോക്കിയേക്കാം. എടാ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നിൽക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ലാസ്റ്റ് ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇന്ന ഗ്രാഫുള്ള ക്വസ്റ്റ്യനിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ലാസ്റ്റ് നോക്കാം കേട്ടോ. ഡോണ്ട് വറി, എന്തായാലും ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരും, ഒരു പ്രശ്നമില്ല. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ദ ഇവാപറേഷൻ ഓഫ് എ ലിക്വിഡ് occurs at ഏതായിരിക്കും? ഇത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയൂല. സാറെ വിളിച്ചോ. ഏത് ടെമ്പറേച്ചറിലായിരിക്കും വരാം? ആരുഷേ, ഏത് ടെമ്പറേച്ചറിലായിക്കോട്ടെ. ടെമ്പറേച്ചർ ലെസ് ദാൻ 100 ഡിഗ്രി, ടെമ്പറേച്ചർ മോർ ദാൻ 100 ഡിഗ്രി, ഓൾ ടെമ്പറേച്ചർ, ഫിക്സഡ് ടെമ്പറേച്ചർ.
ഇവാപറേഷൻ ഹാപ്പൻസ് അറ്റ് ഏതായിരിക്കും? ലെസ് ദാൻ 100, 100 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ ബോയിൽ ചെയ്യുവേ. അതിലും മോർ ദാൻ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഇവാപറേറ്റ് ചെയ്യുക? അത് നടക്കോ? ബിലോ ലെസ് ദാൻ 100 ഡിഗ്രി ആണ് ഇവാപറേഷൻ നടക്കുന്ന എപ്പോഴാ? ബിലോ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് അല്ലേ? ലിക്വിഡിന്റെ ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 100 ഡിഗ്രി ആയിരിക്കില്ല. ശ്രദ്ധിക്കുക, ഇവിടെ വാട്ടർ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ലിക്വിഡ് എന്ന് പറഞ്ഞിരിക്കുന്നതായാലും ഓപ്ഷൻ എ ആണ് കേട്ടോ ചൂസ് ചെയ്യേണ്ടത്. വാട്ടർ പറഞ്ഞാലാണ് എക്സാക്ട്ലി അത് ആക്യുറേറ്റ് ആവുക. ഈ ക്വസ്റ്റിനിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവാപറേഷൻ ഓഫ് വാട്ടർ ഒക്കേഴ്സ് ഓൺലി അറ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ വാട്ടർ ആണ് വരുന്നതെങ്കിലാണ് ഈ ഓപ്ഷൻ വരിക. ഇതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഒരു ആംബിഗ്യൂറ്റി ഉണ്ട്. ഐദർ ഓപ്ഷൻ എ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഓപ്ഷൻ സി യൂസ് ചെയ്യാം കേട്ടോ. ഓൾ ടെമ്പറേച്ചേഴ്സും പറയാം, കുഴപ്പമില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ എടുത്താൽ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ഓപ്ഷൻ എ എന്നുള്ളത് കേട്ടോ. ഞാനതൊന്ന് നോക്കിയിട്ട് പറയാം. ഇപ്പൊ ഓപ്ഷൻ എ തന്നെ നോക്കിയാൽ മതി, കുഴപ്പമില്ല. ഓപ്ഷൻ എ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ലെസ് ദാൻ 100 ഡിഗ്രി വരുമ്പോഴാണ് ബോയിലിംഗ് പോയിന്റ്, ബിലോ വരുമ്പോഴാണ് അതിനെന്ത് ചെയ്യുക, നമുക്ക് ഇവാപറേഷൻ നടക്കാന്ന് പറയാം. എബോവ് 100 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും എന്തായിരിക്കും, ഇവാപറേഷൻ അല്ല ബോയിലിംഗ് ആയിട്ട് മാറും. ഓക്കെ, പറഞ്ഞ കാര്യം സെറ്റ് ആണല്ലോ. ഓക്കെ അല്ലേടാ? ഓക്കെ, നോക്കിയേക്കണം കേട്ടോ അത്. ഇനി വിച്ച് ഓഫ് ദീസ് സോളിഡ്സ് അണ്ടർഗോ സബ്ലിമേഷൻ അപ്പോൺ ഹീറ്റിംഗ്? ഏതാ ഇതിൽ സബ്ലിമേഷൻ നടക്കുക? ഐസ് ഉണ്ട്, ഷുഗർ ഉണ്ട്, യൂറി ഉണ്ട്, അയോഡിൻ ഉണ്ട്. ഇതിലേതാ സോളിഡ്സ് അണ്ടർഗോ സബ്ലിമേഷൻ? സാറെ വിളിച്ചോ. നീലാഞ്ച് ആരാ? നീലാഞ്ച് പറയടാ, ഏതാ ഇതിലെ സബ്ലിമേഷൻ? അയഡിൻ ആണ്. വെരി ഗുഡ്, അയഡിൻ പോ കേട്ടോ. അയഡിൻ ആണ് വരാം. ഓക്കെ, അയഡിൻ വരും, അയഡിൻ ആണ് വരാം കേട്ടോ. ഇനി വേഗം ഒന്ന് ചെയ്തേ. എയും ബിയും ഏതൊക്കെയാ? സബ്ലിമേഷൻ ആണോ കണ്ടൻസേഷൻ ആണോ ഇതാണോ എന്ന് നോക്കി. ലിക്വിഡ് ടു ഗ്യാസ് വരുന്നതാണ് എ എന്ന് പറഞ്ഞ പ്രോസസ്സ്, ഗ്യാസ് ടു ലിക്വിഡ് ആണ് ബി എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് പറയാമോ? ഏതൊക്കെയായിരിക്കും ഈ പ്രോസസ്സിൽ? ഈ തന്നേക്കുന്ന ഫിഗറിൽ എയും ബിയും എന്താണെന്നാണ് ചോദ്യം. വേഗം ഒന്ന് പറയാവോ, എയും ബിയും ഏതൊക്കെയാന്ന്? ആരാ? നിരഞ്ജൻ പറയടാ. ഗുഡ് ഈവനിങ്, പറഞ്ഞോ. എയും ബിയും ഏതൊക്കെയാ? വേപ്പറൈസേഷൻ, വെരി ഗുഡ്. ബിയാ? എന്റെ അമ്മേ, നീ സൂപ്പറാണ്, വേറെ ഒന്നും പറയാനില്ല. അതെ, നീ മുത്താണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റാ. വേപ്പറൈസേഷൻ ആണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഗ്യാസ് ടു ലിക്വിഡ് ഫോം ചെയ്യുന്ന കണ്ടൻസേഷൻ ആണ്. ശരിയാണ്. ഓക്കെ, സൂപ്പർ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇവൻ ദോ അങ്ങനെ ഫിഗേഴ്സ് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കുറച്ചും കൂടി ഇങ്ങനത്തെയുള്ള ക്വസ്റ്റ്യനുകൾ എക്സ്പെക്ട് ചെയ്യുക, ഫിഗേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതേടാ, ഞാൻ കുറച്ചും കൂടി ക്വസ്റ്റ്യനുകൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യനുകൾ കൂടി നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ചേ. ഇതേടാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, ലേറ്റന്റ് ഹീറ്റ് വെച്ചിട്ടോ. എന്തായാലും നോക്കണ്ട, ബേസിക് ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ തിയറി പഠിച്ചേക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണ്. കൺവേർഷൻ ക്വസ്റ്റ്യനുകളും അതേപോലെ ഉള്ളത്. പക്ഷെ ഞാൻ ഇവിടെ ചെയ്യിപ്പിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നോക്കിയേക്കണം കേട്ടോ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷന്റെ കാര്യം ബേസ്ഡ് ഓൺ ദാറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ വെച്ചിട്ടും ചോദിക്കാം. ശ്രദ്ധിച്ചോ, ക്വസ്റ്റ്യൻ നോക്കിക്കോ കേട്ടോ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഇവാപറേഷൻ ഓഫ് ടു ലിക്വിഡ്സ് എ ആൻഡ് ബി ആർ 150 ജൂൾ പെർ കിലോഗ്രാം ആൻഡ് 200 ജൂൾ പെർ കിലോഗ്രാം. ഒരാളുടെ 150 ആണ് വരുന്നത്, മറ്റേ ആളുടെ 200 ജൂൾ പെർ കിലോഗ്രാം ആണെന്നാണ് പറഞ്ഞത്. ഏതിലായിരിക്കും മോർ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുക എന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിച്ച് വൺ വിൽ പ്രൊഡ്യൂസ് മോർ കൂളിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കാണോ ലേറ്റന്റ് ഹീറ്റ് കൂടുതലുള്ളത് അയാൾ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യും സറൗണ്ടിങ്ങിൽ നിന്നും. കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും വേപ്പർ ആകാൻ സമയത്ത്. ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ഇവാപറേഷൻ എന്ന് പറഞ്ഞാൽ വേപ്പർ ആകാനായിട്ട് എടുക്കുന്ന എനർജിയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ എനർജിയാണ് ലേറ്റന്റ് ഹീറ്റ് വരുന്നതെങ്കിൽ അത് സറൗണ്ടിങ്ങിൽ നിന്ന് കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യണ്ടാവും. അങ്ങനെ കൂടുതൽ എനർജി അബ്സോർബ് ചെയ്യണമെങ്കിൽ ആ സറൗണ്ടിങ്സിന് കൂടുതൽ അതിൻ്റെയും കൂളിംഗ് എഫക്റ്റ് കൊടുക്കും. അപ്പോൾ ആർക്കാണോ കൂടുതൽ ലേറ്റന്റ് ഹീറ്റ് വരിക അതിനായിരിക്കുള്ളൂ കൂടുതൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവുക. സോ ഇറ്റ് ഹാസ് ഹയർ, ബി ഹാസ് മോർ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, സോ ഇറ്റ് ടേക്സ് അപ്പ് മോർ എനർജി ഫ്രം ദി സറൗണ്ടിങ്, സോ ഇറ്റ് ഹാസ് മോർ കൂളിംഗ് എഫക്റ്റ്. അതിന് കൂടുതൽ കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും. പറഞ്ഞ കാര്യം ഓക്കെ ആണോ എല്ലാവർക്കും? സെറ്റ് ആണോടാ? ഓക്കെ അല്ലേ? ഇപ്പൊ കൂളിംഗ് എഫക്റ്റ് കൂടുതൽ ഉണ്ടാവുക ഇതിനായിരിക്കും. ഇറ്റ് ഹാസ് മോർ കൂളിംഗ് എഫക്റ്റ് എന്ന് പറയാം. സോ ബി ഹാസ് മോർ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആൻഡ് ഇറ്റ് ടേക്സ് അപ്പ് മോർ ഹീറ്റ് ഫ്രം ദി സറൗണ്ടിങ്സ്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ ഈ കാര്യം ഒന്ന് നോക്കിയേക്കാം. ഞാൻ വൺ മോർ ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ.
അപ്പോൾ ശ്രദ്ധിച്ചേക്കണം എടാ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവാം. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും കൂളിംഗ് എഫക്റ്റും കണക്റ്റഡ് ആണ്. ലേറ്റന്റ് ഹീറ്റ് കൂടുതലാണെങ്കിൽ കൂളിംഗ് അബ്സോർബ് ചെയ്യുന്ന എനർജി കൂടുതലായിരിക്കും ആൻഡ് കൂളിംഗ് എഫക്റ്റും കൂടുതലായിരിക്കും എന്ന് പറയാം. ഓക്കെ അല്ലേ? ആൻഡ് ഓൾസോ ലേറ്റന്റ് ഹീറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും പറയാം, ലേറ്റന്റ് ഹീറ്റ് കൂടുതലാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് വേപ്പർ ആകാനായിട്ട് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. കാരണം കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടി വരും അവിടെ വേപ്പർ ആകാനായിട്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ലേറ്റന്റ് ഹീറ്റ് കൂടുതലാണെങ്കിൽ വേപ്പർ ആകാനായിട്ട് ഇറ്റ് വിൽ ബി മോർ ഡിഫിക്കൽട്ട് എന്നുള്ള കാര്യം കൂടി നോക്കിയേക്കണം. ഓക്കെ, ഇതേടാ ശ്രദ്ധിച്ചു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യണം. വെൻ എ ക്രിസ്റ്റൽ ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മെറ്റീരിയലിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്തായാലും കൂടുതൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസും അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കും ആയിരിക്കും പഠിക്കുക. NCERT ടെക്സ്റ്റിലൊക്കെ ഉള്ള ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോകരുത്. അപ്പോൾ എപ്പോഴും ഫൈനൽ റീഡിങ്ങിൽ NCERT ഇൻക്ലൂഡ് ചെയ്യുക. NCERTയിലെ ആക്ടിവിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വെറുതെ തിയറി വായിക്കുന്നതിനേക്കാളും ആക്ടിവിറ്റീസ് കൂടുതൽ എന്തായാലും വായിച്ചു നോക്കണ്ട, കാരണം അതിനെ ബേസ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ത്രൂ ഔട്ട് ദ വാട്ടർ, വാട്ട് ഡു യു കൺക്ലൂഡ് ഫ്രം ദിസ് ഒബ്സർവേഷൻ അബൌട്ട് ദ നേച്ചർ ഓഫ് ദി പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആൻഡ് വാട്ടർ? എന്താണ് അതിന്റെ നേച്ചർ നമുക്ക് പറയാൻ പറ്റുന്നത്? പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം, അവിടെ ഡിഫ്യൂഷൻ നടക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് വേണ്ടത്. സിൻസ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇസ് എ സോളിഡ് സബ്സ്റ്റൻസ്, ഇറ്റ് ഡസ് നോട്ട് possess so much space, but when it is dissolved in water, due to the space between the water molecule, the potassium permanganate will be occupying those spaces in between the water molecule. വാട്ടർ മോളിക്യൂളിന്റെ ഇടയിലുള്ള സ്പേസസിൽ ഇന്റർമിക്സ് ചെയ്തിട്ട് അവിടെ ഓക്യുപ്പൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇന്റർമിക്സ് ഡ്യൂ ടു സഫിഷ്യന്റ് സ്പേസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾ, അവിടെ ഡിഫ്യൂഷൻ ആയിരിക്കും നടക്കുക എന്നുള്ള കാര്യം നോക്കിയിരിക്കാം. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം സെറ്റാണോ? ഓക്കെ, ഡിഫ്യൂഷൻ ആണ് നടക്കുന്നത് എന്നുള്ളത്. സോ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പ്രോസസ് ചെയ്യുന്നില്ല സ്പേസ്, പക്ഷേ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് അതിന് സ്പേസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് വിൽ ഇന്റർമിക്സ് വിത്ത് ദാറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾ. ആ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്പേസിലായിരിക്കും ഓക്യുപ്പൈ ചെയ്തിട്ട് അവിടെ ഡിസോൾവ് ചെയ്യുന്നത് കേട്ടോ. സെയിം സോൾട്ടിന്റെ കേസിലെ ക്വസ്റ്റിനും കൂടി നോക്കിയേക്കാം. ഇതേടാ, നെയിം ദ SI യൂണിറ്റ് ഓഫ് മെഷറിംഗ് ടെമ്പറേച്ചർ. കൺവേർഷൻ ക്വസ്റ്റൻ ആണ്. SI യൂണിറ്റ് എത്രയാണെന്നാണ്. SI യൂണിറ്റ് എന്താ? ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താ? കെൽവിൻ ആണോ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ആണോ? ഏതായിരിക്കും? സാറെ വിളിച്ചോ. കെൽവിൻ ആണോ ഡിഗ്രി സെൽഷ്യസ് ആണോ? മാളവിക പറയാവോടാ, SI യൂണിറ്റ് ഏതാ? ഒരു കത്തി എടുത്ത് കുത്തായിരുന്നില്ലേ നിനക്ക് എന്നെ? സെൽഷ്യസ് അല്ലെങ്കിൽ പിന്നെ കെൽവിൻ സ്കെയിലാണ് കേട്ടോ, മാറിപ്പോലെ. SI യൂണിറ്റ് വിൽ ബി കെൽവിൻ സ്കെയിൽ. ഓക്കെ, കെൽവിൻ സ്കെയിൽ ആണെന്ന് പറയാം. സോ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 100 ഡിഗ്രി അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയർ. കൺവേർട്ട് ദിസ് ടെമ്പറേച്ചർ ടു SI യൂണിറ്റ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ തന്നെ ഐഡിയ ഉണ്ട് കേട്ടോ, 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിഗ്രി സെൽഷ്യസ് SI യൂണിറ്റ് ആവൂല. നമുക്കിവിടെ കെൽവിൻ ആണ് SI യൂണിറ്റ് വരാം. അതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 273.15 ആഡ് ചെയ്യാം. അപ്പോൾ 373.15 കെൽവിൻ ആയിരിക്കും 100 ഡിഗ്രി സെൽഷ്യസ് വരാം. ഇനി SI യൂണിറ്റ് തന്നേക്കുന്ന ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ 273.15 മൈനസ് ചെയ്യാം. മിക്കവാറും കേസുകളിൽ 0.15 എടുക്കണമെന്ന് നിർബന്ധമില്ല. ഇനി സ്കൂളിൽ നിങ്ങളോട് നിർബന്ധം പറഞ്ഞേക്കാണ് ഇതെന്തായാലും എടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മാർക്ക് തരില്ലെന്ന് ടീച്ചർ പറയുകയാണെങ്കിൽ പിന്നെ അത് കിടന്ന് വർത്താനം പറയാൻ നിൽക്കണ്ട, ചെയ്തോ. ഓക്കെ, കാരണം പോയിന്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. മൈനസ് ചെയ്യുമ്പോൾ, ആഡ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമില്ല, നിങ്ങൾ ചെയ്യും. പക്ഷേ മൈനസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരാം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നോക്കി ചെയ്യണം, ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഞാൻ പ്രിഫർ ചെയ്യൂല 0.15 ഇട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ സ്കൂളുകളിൽ ചിലപ്പോൾ ടീച്ചേഴ്സ് നിർബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്ക് ഇട്ട് തരൂല. അപ്പോൾ വെറുതെ വാശി പിടിക്കണ്ട. അവിടെ ഉണ്ണി സാർ ഇങ്ങനെ പറഞ്ഞല്ലോ, കുഴപ്പമില്ല ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. 0.15 ഇട്ട് ചെയ്തോ കേട്ടോ. 373.15. If Kelvin is the SI unit, then what about Celsius? Celsius is another unit for measuring temperature, which is a common unit. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ ഇത് ആക്ച്വൽ SI യൂണിറ്റ്, ദാറ്റ് ഈസ് നമ്മൾ പ്യുവർലി ഫിസിക്സിലൊക്കെ ചെയ്യണ സമയത്ത് കെൽവിനിൽ തന്നെ ചെയ്യാൻ പാടുള്ളൂ. SI യൂണിറ്റ് ആക്കി ആ ഒരു യൂണിറ്റിലാണ് സ്റ്റാൻഡേർഡ് വാല്യൂസ് എല്ലാം പറയാം. അത്രേ ഉള്ളൂ. ബട്ട് കോമൺ ആയിട്ട് നമുക്ക് ഡിഗ്രി സെൽഷ്യസിലാണ് പറയാം എല്ലാ സാധനങ്ങളും. അത്രേ ഉള്ളൂ കേട്ടോ. സോ കൺവേർട്ട് ചെയ്യണതും കാര്യങ്ങളും ഓക്കെ ആണല്ലോ, നോക്കിയേക്കണം കേട്ടോ. നമ്മൾ പഠിച്ചില്ല, ഞാൻ ഒന്നും കൂടി പറയുന്നതാണ്, പ്ലസ് ചെയ്യുന്ന കാര്യമാണ് നോക്കേണ്ടത് കേട്ടോ. ആൻഡ്
വൺ മോർ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങളെ കൊണ്ട് ഫസ്റ്റ് തുടങ്ങിയ സമയത്തൊക്കെ ചെയ്യിച്ചിട്ടുള്ളതാണ്. ഐസ് അറ്റ് 273 Kelvin ഈസ് മോർ എഫക്റ്റീവ് ഇൻ കൂളിംഗ് ദാൻ വാട്ടർ അറ്റ് 273 Kelvin. വൈ? ഐസ് എന്തുകൊണ്ടാണ് മോർ എഫക്റ്റീവ് ആവുക കൂളിംഗിൽ ദാൻ വാട്ടർ അറ്റ് 273 Kelvin? ഇതേടാ ശ്രദ്ധിച്ചു. ഐസ് എന്ന് പറയുന്ന സാധനം ദാറ്റ് വിൽ അബ്സോർബ് മോർ എനർജി ഇൻ ദ ഫോം ഓഫ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതായത് 273 Kelvin ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ഐസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ 273 Kelvin എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ അബ്സോർബ് മോർ എനർജി കമ്പയർഡ് ടു ദാറ്റ് ഓഫ് വാട്ടർ ബിക്കോസ് ഓഫ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ആ ലേറ്റന്റ് ഹീറ്റ് ആയിരിക്കും അത് അബ്സോർബ് ചെയ്യുക. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട്, സിൻസ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ഹീറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഐസ്. അങ്ങനെ ഹീറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കൂളിംഗ് എഫക്റ്റ് കാണിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. ഒറ്റ കാര്യമുള്ളൂ, ആ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് അത് വരുന്നത് കേട്ടോ. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ വരുന്നതുകൊണ്ട് ഐസ്, സോളിഡ് സ്റ്റേറ്റിലുള്ള ഐസ് കൂടുതൽ എനർജി അവിടെ അബ്സോർബ് ചെയ്യണ്ടാവും സറൗണ്ടിങ്സിൽ. അതുകൊണ്ടാണ് അത് കൂടുതൽ കൂളിംഗ് എഫക്റ്റ് കാണിക്കുക. പറഞ്ഞ കാര്യം ഓക്കെ ആണോ? സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? ഇപ്പോൾ ഓവറോൾ ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യനുകൾ ഇപ്പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യനുകൾ പറഞ്ഞത് ഓക്കെ ആണോ എല്ലാവർക്കും? സെറ്റ് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തരാൻ കാണിച്ചോ. പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ. ചിലപ്പോൾ ഡൗട്ടുകൾ ഉണ്ടായേക്കാം. ഇറ്റ്സ് ഓക്കെ. ഡൗട്ടുകൾ ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലടാ? കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ഉണ്ടായേ. ഞാനത് ചെയ്യിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ നമുക്ക്? ഒരെണ്ണം കൂടി സെറ്റ്. ഒരെണ്ണം കൂടി ചെയ്യാം. ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക്. സർ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹോട്ട് വാട്ടർ ഫ്രീസസ് ഫാസ്റ്റർ ദാൻ കോൾഡ് വാട്ടർ. ഈസ് ഇറ്റ്? ഹോട്ട് വാട്ടർ ഫ്രീസസ് ഫാസ്റ്റർ ദാൻ കോൾഡ് വാട്ടർ, അത് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കണം അവിടെ. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതും ഒരു കൂടുതൽ നമ്മൾ അധികം നോക്കാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് തിയറി അല്ല, ഇത്രയും കൂടി ആപ്ലിക്കേഷൻ ആണ്. നോക്കാം. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് 3 solids എക്സ്, വൈ, ഇസഡ് ആർ 298 Kelvin, 314 Kelvin and 398 Kelvin റെസ്പെക്റ്റീവ്ലി. അതായത് എക്സിന് 298 Kelvin ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ്, വൈക്ക് 314 Kelvin ആണ്, ഇസഡിന് 2398 Kelvin ആണ്. ഓക്കെ. അറേഞ്ച് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഇന്റർ പാർട്ടിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇവരെ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. മെൽറ്റിംഗ് പോയിന്റ് കൂടെ ആണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ പാർട്ടിക്കിളിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. കാരണം ഫോഴ്സ് ഓഫ് അട്രാക്ഷന് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് മെൽറ്റിംഗ് പോയിന്റ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തോരം കൂടുന്നോ അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കും അതിനെ ബ്രേക്ക് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറ്റണമെങ്കിൽ. ഓക്കെ. സോളിഡ് സ്റ്റേറ്റിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണെങ്കിൽ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്താലേ എന്താക്കാൻ പറ്റുള്ളൂ? അതിനെ ലിക്വിഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ എനർജി ഇടേണ്ടി വരും അതിനെ ബ്രേക്ക് ചെയ്യാൻ. അപ്പൊ കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? സെറ്റ് അല്ലേടാ? ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും വരാം. അതായത് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും വരുന്നത്. ഹയർ ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹയർ വിൽ ബി ദ മെൽറ്റിംഗ് പോയിന്റ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റും കൂടുതലായിരിക്കും. ഇവിടെ ഓൾറെഡി മെൽറ്റിംഗ് പോയിന്റ് ഓർഡറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ആൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് വരാം? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരാം. അപ്പോൾ ഇസഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ദെൻ കംസ് വൈ, ദെൻ എക്സ്. ഇതായിരിക്കുള്ളൂ ഓർഡർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കേട്ടോ. ശ്രദ്ധിച്ചോളണം, കണക്ട് ചെയ്യുന്നതാണ്. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇനി ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ അതിന്റെ ഈ പറഞ്ഞ ലിക്വിഡ് ടു വേപ്പർ സ്റ്റേറ്റിലോട്ട് പോകുന്നത് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് എന്നെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ആ ഒരു ഐഡിയയും കൂടി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് വെച്ചിട്ട് തന്നെയാണ് പറയാം. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ബോയിലിംഗ് പോയിന്റ് വെച്ചും പറയാം. ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. ഇപ്പോൾ ഇന്റർ പാർട്ടിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ബേസിൽ അവർ അറേഞ്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇസഡിനാണ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ്. സോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരാം. പറഞ്ഞ കാര്യം ഓക്കെ ആണോ എല്ലാവർക്കും? സെറ്റ് അല്ലേടാ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ എന്തായാലും നോക്കാം. ഞാനിപ്പോ ഇപ്പൊ ചെയ്യിപ്പിച്ചതൊന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ മാത്രമാണ്. ബാക്കി യൂഷ്വലി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കുക, പ്രോപ്പറായിട്ട് പഠിക്കുക, മെറ്റീരിയലിലുള്ള ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകൾ എന്തായാലും ചെയ്തിട്ട് തന്നെ നാളത്തെ എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? ഓക്കെ അല്ലേ? സൂപ്പറായിട്ട് പഠിച്ചിട്ട് അടുത്ത ദിവസം വരാം. എടാ ഒരു കാര്യം കൂടി, നെക്സ്റ്റ് ചാപ്റ്റർ ഇത് വരുമ്പോഴേ ഞാൻ തേർഡ് ചാപ്റ്റർ റിവൈസ് ചെയ്യിപ്പിക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തത് ഞാൻ വന്നുകൊണ്ടാണ്. അടുത്ത കെമിസ്ട്രിയുടെ ടൈം ടേബിളിൽ
സെക്കൻഡ് ചാപ്റ്റർ ആയി കിടക്കുക, അതിന് പകരം നമുക്ക് തേർഡ് ചാപ്റ്റർ എടുക്കാം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിൽ തേർഡ് ചാപ്റ്റർ അല്ല എടുക്കുന്നത്. അപ്പോൾ അത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുന്നതിനേക്കാൾ. അപ്പോൾ കുറച്ചും കൂടി ഈസിയർ ആക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഫോർത്ത് ചാപ്റ്റർ പഠിക്കാം, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? സെറ്റല്ലേ? അത് മതിയല്ലോ. സൂപ്പറായിട്ട് നമുക്ക് പഠിച്ചു പോവാം. എന്തായാലും നല്ല അടിപൊളിയായിട്ട് നോക്കാം, ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇപ്പൊ വേഗം വായിച്ചു നോക്കിക്കോ, നമുക്ക് നമ്മുടെ ഫിസിക്സിന്റെ എക്സാമിനായിട്ട് റെഡി ആവാം എല്ലാവരും. ഓക്കെ, വേഗം.